أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 261-2 ആയത്തുകൾ. മസലുല്ലദീന, ഒരു കൂട്ടരുടെ ഉദാഹരണം, ഉൻഫിഖൂന, അവർ ചെലവഴിക്കുന്നു, അംവാലഹും, അവരുടെ സമ്പത്ത്, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ, കമസലി ഹബ്ബത്തിൻ, അത് ഒരു വിത്തിനെ പോലെയാണ്, അംബത്തത്, അത് മുളപ്പിച്ചു, നബാത്ത് എന്ന് പറഞ്ഞാൽ ചെടി, നബത്തുൻ ചെടി, അമ്പത്ത മുളപ്പിച്ചു, അമ്പത്തത്ത്, ആ ഒരു ഹബ്ബത്ത്, ഒരു വിത്ത് മുളപ്പിച്ചു, 7 സനാബില, 7 കുലകൾ, സുംബുലത്തുൻ ജമ്മ് സനാബില്, ഫീ കുല്ലി സുംബുലത്തിൻ, എല്ലാ ഓരോ കതിരിലും അല്ലെങ്കിൽ കുലയിലും ഉണ്ട്, 100 ഹബ്ബ, 100 മണികൾ. വല്ലാഹു യുളാഇഫു, അല്ലാഹു ഇരട്ടിപ്പിച്ചു നൽകുന്നു, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനും എല്ലാം അറിയുന്നവനുമത്രേ. അല്ലദീന യുൻഫിഖൂന അംവാലഹും, തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർ, ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ, സുമ്മ ലാ യുത്ബിഊന, പിന്നീട് അവർ പിന്തുടർത്തുന്നില്ല എന്നാണ്. അത്ബഅ, മാ അൻഫഖു, അവർ ചെലവഴിച്ചതിനെ, മന്നൻ വല അദൻ, മന്നൻ നൽകിയത് എടുത്തു പറഞ്ഞുകൊണ്ടും, വല അദൻ ഉപദ്രവിച്ചുകൊണ്ടും ഇല്ല, ലഹും അവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം അവർക്കൊട്ടും അവരുടെ മേൽ ഭയമില്ല, വലാഹും അവരല്ല, യഹ്സനൂൻ ദുഃഖിക്കുന്നവർ. 254-ാമത്തെ ആയത്തിൽ അൻഫിഖൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. മൊത്തം ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം, ബദറിൻ, ഈ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ബദർ, അതിനെ നേരിടുവാൻ ശാരീരികവും സാമ്പത്തികവുമായ സന്നദ്ധത ഉത്തേജിപ്പിച്ച്, അവരെ നന്നായി പ്രോത്സാഹിപ്പിച്ച്, ഈമാൻ വർദ്ധിപ്പിച്ച്, ദീനുൽ ഇസ്ലാമിനും മദീനക്കും നിലനിൽപ്പിനു വേണ്ടി അവരെ കരുത്തരാക്കുകയാണ് അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫാഖിനെ കുറിച്ച്, സദഖയെ കുറിച്ച് ഒക്കെ ഒരുപാട് വർത്തമാനങ്ങൾ ഖുർആനിലുണ്ട്. ഇനി സദഖയെ കുറിച്ച് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. ഈ ആയത്തുകളിൽ പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ ചെലവഴിക്കലിനും സാങ്കേതികമായി അത് പറയില്ല. സക്കാത്തിൽ 8 വകുപ്പുകൾ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഫഖീർ, മിസ്കീന്, ഇങ്ങനെ തുടങ്ങി. അതിൽ 8ാമത്തെ വകുപ്പാണ് ഫീ സബീലില്ലാ എന്ന് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം
ദരിദ്രരെ സഹായിക്കാൻ കൊടുക്കലല്ല, പാവങ്ങളെ സഹായിക്കാൻ കൊടുക്കലല്ല, അടിമത്ത മോചനത്തിന് കൊടുക്കലല്ല, അങ്ങനെ ആ പറഞ്ഞ 7 വകുപ്പുകളുമല്ല. കടം കൊണ്ട് വലഞ്ഞവർ, ഹൃദയം ഇണക്കപ്പെടേണ്ടവർ, ഇതൊന്നുമല്ലാത്ത സബീലുള്ള അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളും, അത് ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോൾ യുദ്ധം വരെ വരുന്ന കാര്യങ്ങൾ, അത് സബീലുള്ളയിൽ പെട്ടതാണ്. സൂറത്ത് യൂസുഫിൽ ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ, നബിയെ ഇതാണ് എന്റെ സബീൽ, ഞാൻ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ് ഉൾക്കാഴ്ചയോടുകൂടി, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. അതുപോലെ ഉദൂ ഇലാ സബീലി റബ്ബിക, ഇവിടെയൊക്കെ മൊത്തം ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചക്കും അതുപോലെ അതിന്റെ പ്രചാരണത്തിനും വേണ്ടിയുള്ള കാര്യമാണ് സബീലുള്ള എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ശാരീരിക സേവനമാണ്, ഇത് സാമ്പത്തിക സേവനമാണ്. രണ്ടും ഫീ സബീലില്ലയിലാണ്. അങ്ങനെ ചെലവഴിക്കുന്നവർ കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തി മിയത്തു ഹബ്ബ, ഓരോ മണിയിലും ഓരോ കുലയിലും 100 മണികളുള്ള 7 കുലകളെ ഉൽപ്പാദിപ്പിച്ച ഒരു വിത്തിനെ പോലെയാണ് അവരുടെ ഒരു ചെലവാക്കൽ. അഥവാ അവർ ഒരു വിത്ത് ഇടുന്നു, ആ ഒരു വിത്തിൽ നിന്ന് 7 കുലകൾ ഉണ്ടാകുന്നു. എല്ലാ കുലയിലുമുണ്ട് ഇവരിട്ടതുപോലുള്ള 100 മണികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലിന് അതിന്റെ ഫലം, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കണക്കാക്കാൻ കഴിയാത്ത അത്രയാണ്. മദീനയിൽ അന്ന് മുഹാജിറുകളും അൻസാറുകളും വലിയ ധനവ്യയം നടത്തി അവരിട്ട ആ വിത്തിന്റെ അതിൽ നിന്നുണ്ടായ കുലകളിൽ ഉണ്ടായ ഇങ്ങനെ പോരുന്നതാണ് നാം അടക്കമുള്ള ഇസ്ലാമിക സമൂഹം. അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഗുണം ഇഹലോകത്തും സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും പുകഴ്ത്തിക്കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർ രണ്ടാളും മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേർ ഉള്ളത് മുഴുവൻ കൊണ്ടുകൊടുത്തിട്ട് എനിക്കിനി അള്ളാഹും റസൂലും ഉള്ളൂ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എനിക്ക് ഉള്ളതിന്റെ പകുതിയാണ് ഇനി ഉള്ളത് എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി വലിയ അവരെ സംബന്ധിച്ചിടത്തോളം അതന്ന് വല്ലാത്ത വലുതായിരുന്നു. അവരുടെ ആസ്തി മുഴുവനുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആ മണികളിൽ നിന്ന് വളർന്നു വന്ന കുലകളും വിത്തുകളുമാണ് പിൽക്കാല ഇസ്ലാമിക സമൂഹം മുഴുവൻ ഖിയാമത്ത് വരേക്കുള്ളത്. അതിൻ്റെയൊക്കെ ഫലം പരലോകത്തും അവരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബ് നാടുകളിൽ ഹോൾസെയിൽ കടയിലൊക്കെ പോയിട്ട് സാധനം ചോദിച്ചാൽ ഹബ്ബ എത്ര പീസ് വേണമെന്ന് ചോദിക്കും. അങ്ങനെ ആ ലാസ്റ്റ് പീസ് വിഭജിക്കാനാവാത്ത അതിനാണ് ഹബ്ബത്ത് എന്ന് പറയാം. അങ്ങനെ കുലകളിൽ നിന്ന് വിത്തുകളും വിത്തുകളിൽ നിന്ന് കുലകളും ഉണ്ടായി വരുന്നത് പോലെ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ച് നൽകുന്നു. അഥവാ ഒരാൾ ചെലവഴിക്കുമ്പോഴുള്ള അയാളുടെ മനസ്ഥിതിക്ക് അനുസരിച്ചാണ് അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാണ്. ഈ 2 സിഫത്തുകൾ അള്ളാഹുവിൻ്റെത് ഇവിടെ എടുത്തു പറഞ്ഞത് 2 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഒന്ന്, അള്ളാഹു ഒരിക്കലും കുടുസു ചിന്താഗതിക്കാരനല്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവരുടെ എല്ലാ അവസ്ഥയും അറിയാനും കഴിയുന്നവനാണ് അള്ളാഹു എന്നർത്ഥം. വാസ്യവൻ എന്ന് പറഞ്ഞാൽ ഈ അദ്വൈതക്കാര് ദൈവം സർവ്വവ്യാപിയാണ്, അത് തൂണിലും തുരുമ്പിലും ഒക്കെ കുടികൊള്ളുന്നു എന്ന് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അതിനാൽ സ്വാധീനിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചില ആത്മീയ വേഷ തരീഖത്തുകളിലൊക്കെ പെട്ട ആളുകൾ അത് വഹദത്തുൽ വുജൂദ് അഥവാ ഇത് തന്നെയാണ്, എല്ലാം ദൈവമാണ്,
എന്ന് വാദിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് ഇസ്ലാമിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനിക്കാറുള്ള ഒരു വാക്കാണ് വാസിയുൻ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞത് അള്ളാഹു താല എല്ലായിടത്തും ഉണ്ട് എന്നല്ല. പിന്നെ അള്ളാഹു വാസിയുൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയത്തുൽ കുർസിയിൽ നമ്മൾ കണ്ടു വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ കസേര, അള്ളാഹുവിന്റെ അധികാരം പ്രപഞ്ചം മുഴുവൻ വിശാലമാണ് എന്നാണ്. സൂറത്തു ഗാഫിറിലെ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഈ വാക്ക് വരുന്നുണ്ട്. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. റബ്ബേ, നീ എല്ലാ കാരുണ്യത്താലും ഇൽമിനാലും എല്ലാ സാധനങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലനല്ലോ. അഥവാ നിന്റെ കാരുണ്യത്തിന്റെയും നിന്റെ ഇൽമിന്റെയും പരിധിയിലല്ലാത്ത ഒരു സാധനവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഇതാണ് അള്ളാഹു വാസിയുൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അതേസമയത്ത് തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞാൽ അതൊക്കെ അദ്വൈത സിദ്ധാന്തമാണ് ശങ്കരാചാര്യരുടെ. ആ നിലക്ക് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹ് അർഷിലാണ്. അർഷ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്താണെന്നാണല്ലോ പഠിപ്പിച്ചത്. അലീമുൻ, എല്ലാം അറിഞ്ഞു പെരുമാറുന്നവനാണ്. അഥവാ ഈ ചെലവഴിക്കുന്ന ഒരാളുടെ 100 രൂപയും മറ്റൊരാളുടെ 1,00,000 രൂപയും ചിലപ്പോൾ തുല്യമായിരിക്കും. ആകെ 100 രൂപയുള്ളവൻ 100 രൂപ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് അവന്റെ മുഴുവനുമാണ്. അതേ സമയത്ത് കോടികളുള്ളവൻ 1,00,000 കൊടുക്കുമ്പോൾ അവന്റെ ഉള്ളതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് കൊടുക്കുന്നുണ്ടാകുക. ഇങ്ങനെ ഓരോരുത്തർക്കും ഈ കൊടുക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ്, അവരുടെ അടുത്ത് എന്താണ് ഉള്ളത് എന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞ് പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. ഇവിടെ ചെലവഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് കുറെ ആയത്തുകളിൽ ചെലവഴിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ന്യൂനതകളെ അല്ലെങ്കിൽ അത്തരം ആളുകളിൽ പിശാച് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദുശ്ശീലങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന വർത്തമാനമാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറെ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ ഇൻഫാഖ് നടക്കണം. ആ ഇൻഫാഖിനെ തുടർന്ന് സാധാരണ മനുഷ്യരിൽ ഉണ്ടാകാറുള്ള ചില ദുശ്ശീലങ്ങളുണ്ട്, പണം ചെലവഴിക്കുന്ന ആളുകളിൽ ഉണ്ടാകാറുള്ള. അത് ഇസ്ലാമിക സമൂഹത്തിൽ ഇല്ലാതിരിക്കുകയും വേണം. അത് ഉണർത്തുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം അങ്ങനെ ഉണ്ടായിപ്പോയാൽ പണമുള്ള ആളുകൾ അവർ കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമായിട്ട് ഇസ്ലാമിക സമൂഹം മാറും. അത് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എന്നർത്ഥം. അല്ലദീന യുൻഫിഖൂന അംവാലഹും, തങ്ങളുടെ ധനം ചെലവഴിക്കുന്ന ആളുകൾ ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ. സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദൻ. മന്നെന്ന് പറഞ്ഞാൽ ചെയ്തത് എടുത്തു പറയാം, ഔദാര്യം എടുത്തു പറയുന്നതിനാണ് മന്നെന്ന് പറയാം. അതുപോലെ അതാന്ന് പറഞ്ഞാൽ ചെയ്തതിനെ കിട്ടിയ ആളെ ദ്രോഹിക്കുക ചെയ്തതിന്റെ പേരിൽ. ഇത് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇൻഫാഖുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വലിയ പണം ചെലവാക്കിയിട്ട് പിന്നെ അയാളുടെ അഭിപ്രായം സ്വീകരിക്കണം, ഞാൻ അത്ര ചെലവാക്കിയവനാണ്, ഞാൻ ഇത്ര ചെലവാക്കിയവനാണ് എന്ന തരത്തിലുള്ള പെരുമ പറച്ചിലുണ്ടാകും. എന്നിട്ട് പിന്നെ എന്റെ അഭിപ്രായം അനുസരിച്ച് വേണം കാര്യങ്ങൾ നീങ്ങാൻ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ ശല്യം ചെയ്ത് താൻ വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന ദുശ്ശീലവും ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യരിൽ സാധാരണ ഉണ്ടാകുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള വർത്തമാനമാണ്. മദീനയിൽ പ്രത്യേകിച്ചും അൻസാരികളും മുഹാജിറുകളും ധാരാളമായി അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നു. അതിന്റെയൊക്കെ തിണ്ണബലത്തിൽ മുനാഫിക്കുകളിൽപ്പെട്ട പലരും ഞങ്ങൾ അത്ര ചെലവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കണം എന്നൊക്കെയുള്ള വാദം ഉന്നയിക്കുന്ന പ്രശ്നവും ഉണ്ടായിരുന്നു. അത്തരം രോഗങ്ങളിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ അത് ബാധിക്കാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇത്തരം കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. കാരണം അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടായാൽ പണം ചെലവഴിക്കുന്നവരുടെ കയ്യിലെ ഒരു കുഴച്ച മാവ് പോലെ ആയിത്തീരുകയാണ് ഇസ്ലാമിക നേതൃത്വം ചെയ്യുക. അതിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനോ ഇല്ല. പണക്കാർ പറയുന്നിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇക്കാലത്തൊക്കെ നമ്മൾ പല സംവിധാനങ്ങളുടെയും സംഘടനകളിലും ഒക്കെ കണ്ടുവരുന്ന ദുശീലം തന്നെയാണത്. പണക്കാരായ ആളുകൾ അവരുടെ കുറെ കാശ് അങ്ങോട്ട് ഇറക്കും, എന്നിട്ട് സംഘടന മൊത്തം
അവർ പറയുന്നത് പോലെ ചലിക്കുന്ന ഒരു സ്ഥിതി വരും, അല്ലെങ്കിൽ പിളരുകയോ തകരുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഒക്കെ ധാരാളമായിട്ട് മനുഷ്യർക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ പിന്നെ അതിന്റെ പിന്നാലെ കൂടാതിരിക്കണം. ഞാൻ അത്ര ചെയ്തവനാണെന്ന് എടുത്തു പറഞ്ഞു, അതുപോലെ തന്നെ എന്റെ പണം കൊണ്ട് ഇന്നതേ ചെയ്യാവൂ, അതൊക്കെ നേതൃത്വം തീരുമാനിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്തത് എന്നൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിലൊന്നും ആർക്കും യാതൊരു പരിഗണനയും ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുകയില്ല. സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അതിന്റെ ഉലുൽ അംർ ആണ് തീരുമാനിക്കുക. അങ്ങനെ അതിന് തയ്യാറാകുന്ന വിധം ചെലവഴിക്കുന്ന ആളുകൾ, അഥവാ ചെലവഴിച്ചതിനെ പിന്തുടരാതിരിക്കുന്ന ആളുകൾ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് അവരുടെ പ്രതിഫലം ഉണ്ടാകും. അപ്പോ അതിന്റെ മറുവശം എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ ഇംഫാക്കിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് ധ്വനിയാണ്. ധ്വനി മാത്രമല്ല, താഴെ തന്നെ അത് വരുന്നുണ്ട്. അവിടുന്ന് പറയാം ബാക്കി വിശദാംശങ്ങൾ. വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊട്ടും ഭയപ്പെടാനില്ല. അഥവാ അവരുടെ സമ്പത്ത് എവിടെ പോയാവോ എന്ന് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ പ്രതിഫലം അവർക്ക് എന്തായാലും. അപ്പൊ ഈ ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ, ഞാൻ പള്ളിയുടെ 1-ാം നില പണിയാനാണ് പണം കൊടുത്തത്, 1-ാം നില തന്നെയാണോ പണിയുന്നത്, അതാ 2-ാം നിലയാണോ എന്റെ കാശ് കൊണ്ട് പണിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസികൾ ആളുകളെ പിടികൂടും. ആ കാലത്തുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് കൊടുത്തിട്ട് അത് തന്നെയാണോ ഇപ്പം നടക്കുന്നത്, അതിന് തന്നെയാണോ ചെലവഴിക്കുന്നത്, അതിന് ചെലവഴിച്ചാലല്ലേ എനിക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള ബേജാറ് ചിലപ്പോൾ ആളുകളെ അലട്ടാനിടയുണ്ട്. അള്ളാഹു താല സമാധാനിപ്പിക്കാൻ അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല. നിങ്ങളുടെ നിയ്യത്തനുസരിച്ച് കൊടുക്കുകയും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്താൽ ബാക്കി പ്രതിഫലം തരുന്ന കാര്യം അള്ളാഹു ഏറ്റിരിക്കുന്നു. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു ഖൗഫ് പല കാര്യത്തിലാണ്. ഒന്ന്, ഇതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർക്ക് ഭയമുണ്ടാകേണ്ടതില്ല. അതുപോലെ തന്നെ ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി ചെലവഴിച്ച ആളുകളെ അള്ളാഹു താല ശിക്ഷിക്കുമെന്നും അവർ ഭയക്കേണ്ടതില്ല. കാരണം അതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് എന്ന് മുകളിൽ പറഞ്ഞു. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല. മാ നഖസത്ത് സദഖത്തുൻ മിൻ മാലിൻ, സദഖ ഒരു ധനത്തെയും കുറക്കുകയില്ല എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ. അഥവാ ഇത് കൊടുത്തതിന്റെ പേരിൽ ദുഃഖമുണ്ടാകുകയില്ല. അതുപോലെ തന്നെ അവരുടെ ഈമാൻ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മറ്റ് കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അങ്ങനെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവർ മോചിതരാകുകയും ചെയ്യും. ഇവിടെ സൂക്ഷ്മമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഭയമേ ഇല്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയില്ല എന്നാണ്. ഈമാനിന്റെ സൽഫലമായിട്ട് ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഇനിയും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു താല ഖൗഫുൻ എന്ന് ഇസ്മ ആയിട്ടും ഹുസ്ന് ഫിഇലായിട്ടും പറഞ്ഞത് എന്നൊരു ചർച്ച ഖുർആൻ അങ്ങനെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഒട്ടുമേ ഭയമില്ല. ഈമാനും അമൽ സ്വാലിഹാത്തുമായി ജീവിച്ച ആള് അതിന്റെ വിരുദ്ധമായി സംഭവിച്ചു കളയുമോ എന്ന് ഒട്ടും ഭയക്കേണ്ട അവസ്ഥയേ ഇല്ല. ഇതാണ് നാമവിശേഷണമായിട്ട് പറഞ്ഞാൽ അർത്ഥം. വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ ആ വലാ ഖൗഫുൻ നാമവിശേഷണത്തിന്റെ അത്ര ബലമില്ല ക്രിയാവിശേഷണത്തിന്. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കാൻ ഇടവരില്ല. അഥവാ കുറച്ചൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട് എന്നർത്ഥം. അഥവാ ഏത് മോമിനാണെങ്കിലും എത്ര നല്ല മനുഷ്യനാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണം, രോഗം പോലുള്ള പ്രയാസങ്ങൾ, അതൊക്കെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ടാകും എന്നതുകൊണ്ടാണ് അത് ഒന്ന് ഇസ്മായിട്ടും ഒന്ന് ഫെയിലായിട്ടും പറഞ്ഞത് എന്നാണ് വിശദീകരണം. നമ്മൾ ഒരാളെ പറ്റി പറയുകയാണ്, അവൻ പാട്ടുകാരനല്ല എന്ന് നാമവിശേഷണമായിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഒരിക്കലും പാട്ടുകാരനല്ല, പാടാൻ അയാൾക്ക് കഴിയില്ല എന്നാണ്. അതേ സമയത്ത് അവൻ പാടുകയില്ല എന്ന് പറഞ്ഞാലോ, തൽക്കാലം ഇപ്പൊ പാടുകയില്ല എന്നേ അതിന്റെ അർത്ഥമുള്ളൂ, വേണമെങ്കിൽ പിന്നെ പാടിക്കോളൂ, ഓനിപ്പ പാടുകയില്ല എന്നാണ്. പാട്ടുകാരനല്ല എന്ന് പറയുന്നതും പാടുകയില്ല എന്ന് പറയുന്നതും പോലുള്ള വ്യത്യാസം. എന്നതുപോലെ ലാ ഖൗഫുൻ അലൈഹിം എന്ന് പറഞ്ഞാൽ മൂമിനായതിന്റെ പേരിൽ പരലോകത്ത് കഷ്ടപ്പെട്ട് കളയുമോ എന്ന പേടിയുടെ ഒരംശവും ആവശ്യമില്ല. അതേ സമയത്ത് ഹുസ്ന് എന്ന് പറയുന്നത് ദുനിയാവിൽ വെച്ച് ചെറിയ നഷ്ടങ്ങളുടെ പേരിൽ ചെറിയ ചില ഹുസ്നുകളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്
എന്ന് ധ്വനിപ്പിക്കുന്നതാണ്. വാക്ക് ഇല്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ഉണ്ട് എന്ന്, മറ്റേനെ അപേക്ഷിച്ച് ഉണ്ട് എന്നാണ് വ്യാഖ്യാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഈമാനോടുകൂടി ഖൗഫും ഹസ്നും ഇല്ലാതെ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.